പോളിംഗ് ആരംഭിച്ചു തുടങ്ങിയതേയുള്ളൂ. എന്താണ് കോഴിക്കോട് നിന്നുള്ളൊരു കാഴ്ച? വർഷ ഇപ്പോൾ നിൽക്കുന്നത് ഏത് ബൂത്തിലാണ്? വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ച ഒരു തുടക്കത്തിൽ? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലെ ചക്കോത്തുകുളം വാർഡിലാണ്. ഇവിടെ സെന്റ് മൈക്കിൾസ് സ്കൂളിലാണുള്ളത്. ബൂത്ത് നമ്പർ 4-ൽ ഇവിടെ അല്പം മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള MK മുനീർ MLA വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. അങ്ങനെ പ്രമുഖരായ ഒത്തിരി പേർ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ ചക്കോത്തുകുളത്തെ ഈ സെന്റ് മൈക്കിൾസ് സ്കൂൾ. അവിടെയാണ് ഞാനിപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. രാവിലെ വലിയ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. എങ്കിലും ഇനി സമയം ബാക്കിയുണ്ട്. ഈ 9 മണിയോട് കൂടി തന്നെ ഒരുപാട് പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് അവധിയാണ്. അതുകൊണ്ട് തന്നെ വൈകി എത്തിയാലും കുഴപ്പമില്ല. സാധാരണഗതിയിലാണെങ്കിൽ ജോലിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോവേണ്ടതുണ്ട്. പക്ഷേ അവധി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം വലിയ നെഞ്ചെടുപ്പിൽ തന്നെയാണ്. കാരണം പ്രചരണത്തിന് അനുസരിച്ചുള്ള ഒരു ആളുകൾ ബൂത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വളരെ പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും മുന്നണികൾ എല്ലാം നടത്തുന്നുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, 3-4 പേർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അല്പസമയത്തിനകം ഉള്ളിൽ എത്തുമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളുമായി മുമ്പ് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കാരണം അത്ര കാടടച്ചുള്ള ഒരു പ്രചരണമായിരുന്നു ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആകെ 6323 സ്ഥാനാർത്ഥികളാണുള്ളത്. 26,82,682 വോട്ടർമാർ നിലവിൽ ആകെ ഈ കോഴിക്കോട് ഉള്ളത്. അതേപോലെ തന്നെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും 7 നഗരസഭയിലെ 273 വാർഡുകളിലേക്കും ആണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കുള്ളത്. എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയാൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെ, ഒരു പക്ഷേ തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് വലിയൊരു പോളിംഗ് ശതമാനം തന്നെ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ വടക്കൻ ജില്ലകൾ ഉള്ളത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോഴിക്കോട് രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത്. വലിയ രീതിയിലുള്ള പിണറായി സർക്കാരിന്റെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവിടെ പ്രധാനമായും പ്രചരണം നടന്നിരുന്നത്. അതേസമയം UDFന്റെ വാദം എന്ന് പറയുന്നത് ഇത്തവണ ചരിത്രം മാറ്റി എഴുതപ്പെടും, ഇത്തവണ UDF മേയർ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് UDFന്റെ വാദം. എന്നാൽ BJP ഒറ്റകക്ഷിയാകുമെന്ന് അവരും വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം, വലിയ രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ ഇത്തവണ നടക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ തവണത്തേക്കാളെല്ലാം അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ UDFും BJPയും നടത്തിയിട്ടുണ്ട്. BJP കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിരുന്നു, പ്രകാശ് ബാബു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ BJPക്കുണ്ട് എന്നുള്ള കാര്യമാണ്. അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഒറ്റകക്ഷിയാകുമെന്നുള്ളതാണ് BJP പറയുന്നത്. എന്നാൽ UDF പറയുന്നത് ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചരിത്രത്തിൽ ആദ്യമായി ഭരണം UDF കൈക്കലാക്കുമെന്നുള്ളതാണ് UDFന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഈ ഒരു കോഴിക്കോടുള്ള LDFന്റെ സ്വാധീനം ഒരിക്കലും നഷ്ടപ്പെടില്ല, അത് കുറയുകയില്ല, കൂടുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബും പറയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് തുടക്കം മുതൽ തന്നെ കോഴിക്കോട് ഉണ്ടായത്. മറ്റു പ്രധാനപ്പെട്ട തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികളാണ്. UDFനെ സംബന്ധിച്ച് നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. വലിയ ആഘോഷത്തോടു കൂടി മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനുവിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വോട്ടില്ലാതായതോടുകൂടി ആ ഒരു പ്രഖ്യാപനം അസാധുവായി മാറുകയായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വലിയ പരിഹാസം LDFന്റെയും BJPയുടെയും ഭാഗത്തു നിന്നും UDFന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ തളർത്തില്ല. വലിയ ആവേശത്തോടു കൂടി തന്നെ, വലിയ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്.